ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്കും കമൻറ്റൊക്കെ മസ്റ്റായിട്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ ഒരു 10 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരു 10 മണി തൊട്ടിട്ട് ഒരു 12-12:30 വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നിപ്പോൾ ഇതാ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ മുളകിട്ടിട്ടാണല്ലോ വെക്കുന്നത്, വറ്റിച്ചിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്നൊരു വെറൈറ്റി ആവാം നമുക്കൊന്ന്. എന്നും ഒരുപോലെ ആയാൽ ശരിയാവില്ലല്ലോ, ഒരു മാറ്റമൊക്കെ ഇടയ്ക്ക് വേണ്ടേ. ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തതില്ലേ ജീവിതത്തിൽ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിയായി നമുക്ക് ഇരുമ്പുളി ഇട്ടിട്ട് കറി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാളികേരം കരച്ച് ഇരുമ്പുളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ട് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നാളികേരം അരച്ച് വെക്കൽ ഞാൻ വല്ലപ്പോഴും വെക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പാല് പിഴിഞ്ഞ് വയ്ക്കുക, അങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇരുമ്പുളി പൊട്ടിക്കാന്ന് വെച്ച് പോയി നോക്കിയപ്പോഴോ അവിടെ ഉണ്ടോ ഇരുമ്പുളി ഒക്കെ കുഞ്ഞിയതാണ്, ഇട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളതിൽ ഞാൻ വലുത് നോക്കിയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അവിടെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടുവ് മുറിച്ചെടുക്കുക, നീളത്തിലാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്നും കൂടി കട്ടാക്കി എടുക്കാം. അങ്ങനെ 4 പീസായിട്ടാണ് കേട്ടോ ഒരു ഇരുമ്പുളി സാധാരണ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ചെറിയ ഇരുമ്പുളി ആയ കാരണം ഞാൻ 2 പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുത്തത് കേട്ടോ. അതിൽ 2 എണ്ണം വലുതുണ്ടായിരുന്നു, അത് മാത്രം 4 പീസാക്കി. ബാക്കിയൊക്കെ ഈ 2 പീസാക്കിയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടി അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരം അരയ്ക്കുന്ന സമയത്ത് ഞാനതിൽ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഞാനത് മറന്നു. സാധാരണ ഞാൻ നാളികേരം അരച്ചെടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കാറ്. കുറച്ച് പെരുംജീരകം കൂടി ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, ഒക്കെ കൂടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലായിപ്പോയിട്ടോ, വിട്ടുപോയതാണേ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, വെറുതെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇരുമ്പുളി ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു മധുരപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സാധാരണ പുളി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മധുരപ്പ് അങ്ങോട്ട് ഉണ്ടാവില്ല. പിന്നെ കറിയിൽ കുറച്ച് എരിവും കൂടി വേണം, എരിവ് കൂട്ടിയിടണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഇരുമ്പുളി വെക്കുന്ന ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും ഒരു മധുരപ്പാണ് ഉണ്ടാവുക. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇരുമ്പുളി ഇങ്ങനെ പെറുക്കി തിന്നാനായിട്ട് കറിയിൽ നിന്ന്. അപ്പം തന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അധികമൊന്നും ആയിട്ടില്ല, ഇരുമ്പുളിയിലൊക്കെ പൂവിട്ടിട്ടുള്ള ആയി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെയുള്ള അടുത്തുള്ളവരൊക്കെ വരും കേട്ടോ പൊട്ടിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ മാത്രമാണ് ഇരുമ്പുളി ഉള്ളത് കേട്ടോ, നമ്മുടെ ഈ വഴിയിൽ. പിന്നെ അപ്പുറത്തെ വഴിയിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടാണ് വരാറ്. അങ്ങനെ ഇപ്പോൾ ദേ ഇരുമ്പുളിയൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മഴക്കാറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മീൻ അവിടെ വെച്ച് നന്നാക്കി കഴുകിയൊക്കെ അവിടെ വെച്ചിട്ട് ഓടി വന്നു കേട്ടോ തുണി എടുക്കാനായിട്ട്. തുണി എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാത്തൂസിനോട് പറഞ്ഞു, പാത്തൂസ് അവിടെ ഇരുന്ന് മീൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് പാത്തൂസിനെ അവിടെ എത്തിയിട്ട് വന്നു കേട്ടോ. അല്ലെങ്കിൽ അവളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തുണി എടുക്കൽ നടക്കില്ല. അവളോട് നീങ്ങി നിൽക്കുക എന്ന് പറയാനേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ നടന്ന് ചിലപ്പോൾ തട്ടി വീഴുകയും ചെയ്യും. അപ്പോൾ പിന്നെ ആളവിടെ മീൻ അവിടെ വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് പോകുന്നേക്കാണ് കേട്ടോ. അപ്പോൾ ആ മീൻ നോക്കി അവിടെ ഇരുന്നോളും. അങ്ങനെ ഇപ്പോൾ ഇതേ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പാത്തൂസിന് ഞാനവിടെ TV-യിൽ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാട്ടും കണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കവിടെ ചോറ് വാർത്ത് വയ്ക്കാം, പിന്നെ കൂട്ടാൻ പണിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇന്നിപ്പോൾ റേഷൻ അരിയാണ് കേട്ടോ വെച്ചത്. ഞാൻ ഉമ്മ വരുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നല്ല അരി വെക്കുള്ളൂ. അത് നല്ല അരി ഇവിടെ കുറച്ച് മേടിച്ചതിരിക്കുന്നുണ്ട്, അത് അങ്ങനെ വെക്കുള്ളൂ. ഇല്ലെങ്കിൽ റേഷൻ അരി തന്നെയാണ് കേട്ടോ വെക്കാറ്. ഇനിയിപ്പോൾ ഏകദേശം എന്തായാലും നല്ല അരി തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. റേഷൻ അരി കഴിഞ്ഞു കേട്ടോ. പിന്നെ കടയിൽ നിന്ന് നമുക്ക് കിട്ടില്ലല്ലോ, കടയിലത്തെ അരി നല്ല വില കൂടിയ അരിയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട്, ആ സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ ടീച്ചർ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല പോകാനായിട്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ ദേ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാളെടുത്തിട്ട് ഞാനതിൽ മുളകും മഞ്ഞളും ഉപ്പൊക്കെ കൂടി ഒന്ന് പരട്ടി പൊരിക്കാനുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇരുമ്പുളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം അരച്ചെടുത്തില്ലേ, ആ നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത് നാളികേരം അരച്ചത്. അപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ച് ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ച് അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, എന്നാൽ അത്യാവശ്യം എരിവും വേണം കേട്ടോ ഈ കറിക്ക്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഇരുമ്പൻ പുളിയിൽ തന്നെ നല്ല പുളി ഉണ്ടാവും. പിന്നെ ഈ ഒരു മധുരപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കോൽപ്പുളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ആ പുളി പിഴിഞ്ഞതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ കറിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് ആ ഇരുമ്പൻ പുളിയുടെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറണം. അതായത് ഇരുമ്പൻ പുളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു കറിയുടെ ഇതൊക്കെ അതിലേക്ക് പിടിക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് തിളച്ചാൽ മാത്രം മതിയിട്ട്. എന്നിട്ട് നമുക്ക് ചാള ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഇരുമ്പൻ പുളി ഇടുമ്പോൾ എന്താ പറയുക, കലങ്ങി പോകുന്നില്ല കേട്ടോ. അതിപ്പോൾ ഇരുമ്പൻ പുളി ഇടുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ കറി അവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മീൻ പൊരിക്കാനുള്ളത് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പൂരി ഉണ്ടാക്കിയ ഓയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇവിടെയുള്ള കറിവേപ്പില തന്നെയാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് എനിക്കത് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പുഴുവൊക്കെ കയറിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ആകെ എന്താ പറയുക, അതിൽ നമുക്ക് തീരെ എടുക്കാൻ പറ്റില്ല, ആ രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല ഇലകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്നത്. അങ്ങനെ മീനൊക്കെ ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് കറിയൊക്കെ ഒന്ന് ഇങ്ങനെ തിള വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചാളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒന്ന് തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ കറി നന്നായിട്ട് തിള വരുന്നുണ്ട്. പിന്നെ ചാള ഇപ്പുറത്തെ അടുപ്പിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇറക്കി കറി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ അവിടെ ഒരു ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് ഇടാം. അപ്പോൾ ഒരു ഭാഗം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ഭാഗം മറിച്ചിട്ടിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഉലുവ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് അതൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ കുഞ്ഞുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് അവിടെ ചൂടായി വരട്ടെ. ഞാൻ ഇപ്പോൾ തീ ഒന്ന് സിമ്മിലാണ് കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി ഉലുവ കരിഞ്ഞു പോകണ്ട വെച്ചിട്ട് എന്താ വെച്ചാൽ മീൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടി ഞാൻ സിമ്മിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഉലുവയ്ക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ആദ്യത്തെ ട്രിപ്പ് മീൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ട്രിപ്പ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 നല്ല കുഞ്ഞുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ളതാട്ടോ, അധികം ചെറുതല്ല. അപ്പോൾ ഇതൊരു 4 ഇട്ടെടുത്തത്. അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉലുവ പൊട്ടിയതിന് ശേഷം ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കണേ, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. എന്നിട്ട് നമുക്കിനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒന്നും അതിലേക്ക് അങ്ങനെ തയ്യാറാക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. മക്കൾക്ക് ഇവിടെ മീൻ കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ ഉപ്പേരി അങ്ങനെ ഒന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ മീൻ കറി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഉലുവയും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മീൻ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ പൊരിച്ചതും ഒരു ട്രിപ്പായി. 2ാമത്തെ ട്രിപ്പ് ഞാനൊന്ന് മറിച്ചിട്ടിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ കൂട്ടുകാരെ, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.